ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഹലോ എന്റെ പൊന്നു മക്കളെ, നമസ്കാരം. ഹലോ നമസ്കാരം. വിജയുടെ അവസാനത്തെ സിനിമ ഷൂട്ടിങ്ങും ഇത് അവസാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ അടിച്ച കളക്ഷൻസ് എല്ലാം ഫേക്ക് എന്നാണ് ഇപ്പോൾ ഒരു കൂട്ടം ഗ്രൂപ്പുകൾ വാദിക്കുന്നത്. ആഞ്ജനേയ സ്വാമി മറുപടി ഉടനെ വേണം. കുറച്ച് വെയിറ്റ് ചെയ്യും, കയ്യോടെ തന്നുവിടാം. ചെറപറ അപ്ഡേറ്റുകളുണ്ട്, എല്ലാം പടപടാന്ന് പറഞ്ഞു പോവാം. വിഷ്ണു വിശാലിനെയും വിക്രാന്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി തലൈവർ രജനികാന്ത് ഗസ്റ്റ് റോളിൽ വന്ന ചിത്രമാണ് ലാൽ സലാം. ചിത്രം സംവിധാനം ചെയ്തിരിക്കാൻ തലൈവറിന്റെ തന്നെ മകളായ ഐശ്വര്യ രജനികാന്താണ്. എന്താടായി കാട്ടി വച്ചിരിക്കണേ? ചിത്രം റിലീസിനെത്തിയിട്ടുണ്ടായിരുന്ന 2024 ഫെബ്രുവരിയിലായിട്ടാണ്. ഫൈനലി ചിത്രത്തിന്റെ OTT റിലീസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ മോഷണം പോയ ഹാർഡ് ഡിസ്കുമായി ജൂൺ 6 ചിലപ്പോൾ ഐശ്വര്യ രജനീകാന്തിന്റെ ലാൽ സലാം എത്തുന്നതായിരിക്കും. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ശശികുമാറിനെ സിമ്രാനെ കേന്ദ്ര കഥാപാത്രമാക്കി അഭിഷൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഒരു ഫീൽ ഗുഡ് ചിത്രമാണ് ടൂറിസ്റ്റ് ഫാമിലി. 15 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ ചിത്രം വേൾഡ് വൈഡ് 75 കോടിക്ക് മേലെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ OTT റിലീസ് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂൺ 2 ചിത്രം OTT റിലീസ് എത്തുന്നത്. ഷാഹി കപൂറിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് എത്തുന്ന ചിത്രമാണ് റോന്ത്. ചിത്രത്തിന്റെ ഇനീഷ്യൽ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ജൂൺ 13 അത് മിക്കവാറും മാറ്റാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഷാഹി കപൂർ ഒരു സിനിമയുടെ കഥ ദിലീപേട്ടനോട് പറഞ്ഞിട്ടുണ്ടെന്നും ദിലീപേട്ടൻ അതിൽ ഇംപ്രസ്ഡ് ആയിട്ടുണ്ടെന്നും അത് പ്രോജക്റ്റ് ആക്കാൻ പോകുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. എപ്പോഴത്തേതുള്ള പോലെ തന്നെ ദിലീപേട്ടനോടും പറഞ്ഞിരിക്കുന്ന ഒരു പോലീസ് സ്റ്റോറിയാണ്. എന്തായാലും ചിത്രത്തിന്റെ വരും അപ്ഡേറ്റുകൾക്കായി വെയിറ്റ് ചെയ്തിരിക്കാം. ആസിഫ് അലിയെ കേന്ദ്ര കഥാപാത്രമാക്കി സേതുനാഥ് പത്മകുമാർ അണിയിച്ചൊരുക്കുന്ന സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ചിത്രത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ജൂൺ 6 ലോക്ക് ചെയ്തിരിക്കുകയാണ്. തുടർച്ച നല്ല രീതിയിലുള്ള ഹിറ്റുകൾ, നല്ല കഥാപാത്രങ്ങളാണ് ആസിഫ് അലി ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഈ ചിത്രം അതുപോലെ ആവട്ടെ. വിഷ്ണു മഞ്ജുനെ കേന്ദ്ര കഥാപാത്രമാക്കി മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കണ്ണപ്പ. കണ്ണപ്പ സിനിമയിലെ VFX ഹാർഡ് ഡ്രൈവ് പ്രൊഡക്ഷൻ ടീമിലുള്ള ഒരാളെ എടുത്തിട്ട് ഓടിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ തന്നെ വേണം. മിസ്സിംഗ് ആയ ഹാർഡ് ഡ്രൈവിൽ പ്രഭാസിന്റെ മേജർ ആക്ഷൻ സീക്വൻസ് അടങ്ങിയ രംഗങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പൊറോട്ട എടുക്കണ അങ്ങനെയല്ല, അല്ല മുട്ട പൊട്ടിയും പഞ്ചസാര ഇങ്ങനെ കഴിക്കണം. കണ്ണപ്പ സിനിമയിലെ ഡ്യൂറേഷനായി കണക്കാക്കപ്പെടുന്നത് 3 മണിക്കൂറും 10 മിനിറ്റുമാണ്. അതിൽ തന്നെ 30 മിനിറ്റോളം പ്രഭാസിന്റെ സ്ക്രീൻ ടൈമും 15 മിനിറ്റോളമാണ് ലാലേട്ടന്റെ സ്ക്രീൻ ടൈമും കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ചിത്രത്തിന്റെ VFXന് വേണ്ടിയാണ് ഇത്രയും നാൾ ചിത്രം ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത്. എന്തായാലും ചിത്രം പറഞ്ഞ ഡേറ്റിൽ തന്നെ ഇറക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ വിവാദങ്ങളെല്ലാം വേണമെങ്കിൽ ഒരു പ്രൊമോഷണൽ രീതിയായിട്ട് വേണമെങ്കിൽ എടുക്കാം. അലങ്കോഴി കണ്ടവർ കമലഹാസനെ കേന്ദ്ര കഥാപാത്രമാക്കിയ മണിരത്നം അണിയിച്ചൊരുക്കുന്ന ചിത്രമാണ് തഗ് ലൈഫ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആൻഡർ കമലഹാസൻ കർണാടകയെക്കുറിച്ച് പരാമർശത്തിന്റെ പേരിൽ മാപ്പ് പറയാതെ സിനിമ റിലീസിനെത്തില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പേടിയൊന്നുമില്ല, അവറ്റകളെ എനിക്ക് ഇഷ്ടമല്ല പണ്ട് മുതലേ വൃത്തികെട്ട ജന്തുക്കളാണ്. എന്തായാലും ചിത്രം ഒരു സൈഡ് വിവാദം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചിത്രത്തിന് UK എയർലൈൻ ബോക്സ് ഓഫീസിൽ 255 പരം സ്ക്രീനുകളിലേക്കാണ് ചിത്രം റിലീസിന് എത്തുന്നത്. ആകാശത്തേക്ക് നോക്കൂ, ഒരു പർവ. ഫൈനലി ദൃശ്യം 3 ഇതാ സംഭവിക്കാൻ പോവുകയാണ്.
ഫിലിപ്പിന്റെ പറി. ലാലേട്ടൻ വെച്ച് ജിത്തു ജോസഫ് എടുത്തിട്ടുള്ള ഒരു കൊച്ചു സിനിമ തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി, അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്യു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര രാജ്യങ്ങൾ. അങ്ങനെ 6ഓളം ലാംഗ്വേജസിലാണ് റീമേക്ക് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ ഹിന്ദി റീമേക്ക് നല്ല രീതിയിലുള്ള വിജയമാണ് ബോളിവുഡിന് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനൊന്നും ഇല്ലേ? ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ദൃശ്യത്തിന്റെ 3ാം ഭാഗം മോളിവുഡിൽ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ബോളിവുഡിൽ സംഭവിക്കുമെന്നാണ്. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ നടന്നു വരികയാണെന്നും ചിത്രം ഈ വർഷത്തിന്റെ അവസാനം എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ഇപ്പോൾ പ്രൊഡ്യൂസർ ആയിട്ടുള്ള കുമാർ മൻഹട്ട് പതാക് പറഞ്ഞിട്ടുള്ളത്. ദൃശ്യം അവരുടെ തന്നെയാണെന്നും ദൃശ്യം സീരീസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് അവരെന്നാണ് ഇപ്പോഴും അവിടെയുള്ള ഓഡിയൻസ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത്? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. എന്തായാലും അവരുടെ ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇറങ്ങുമോ എന്ന് അറിയത്തില്ല. കാരണം ഡയറക്ടറായിട്ടുള്ള ജിത്തു ജോസഫ് ഒരുപാട് പ്രോജക്റ്റുകളിൽ ബിസിയാണ്. എന്തായാലും എപ്പോൾ ഇറങ്ങുന്നതിലല്ല കാര്യം, നമ്മുടെ മലയാളം ദൃശ്യത്തിന് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടായാൽ മതി എന്നാണ് ഇപ്പോഴും ഓഡിയൻസ് ആഗ്രഹിച്ചിരിക്കുന്നത്. എന്തായാലും അത് തന്നെ നടക്കട്ടെ. 100% ഞാൻ യോജിക്കുന്നു. അഹങ്കാരം കൊണ്ട് പറയല്ലടാ പട്ടിരെ മോനെ. നീ പോട. അത് വേണ്ട. തലപതി വിജയ് കേന്ദ്ര കഥാപാത്രമാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ചിത്രമാണ് ജനനായകൻ. ചിത്രത്തിൽ തലപതി വിജയ് കൂടാതെ പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ, മലയാളത്തിൽ നിന്നും മമിത ബൈജു മറ്റ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിൽ തലപതി വിജയുടെ ഭാഗമായിട്ടുള്ള എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വരുന്നത്. തലപതി വിജയ് ഒരു തരത്തിലുള്ള സിനിമയും ചെയ്യാതെ തന്നെ ഡയറക്ട്ലി പൊളിറ്റിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് നടക്കില്ല. തലക്കടിച്ചൊന്നും പറയില്ലടാ, എന്റെ തലോട്ടിക്ക് മുട്ടത്തോടിന്റെ കനയുള്ളൂ. പൊങ്കലോടനുബന്ധിച്ചാണ് ജനനായകൻ സിനിമയുടെ റിലീസിനായി പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ചിത്രത്തിന്റെ വലിയ വലിയ അപ്ഡേറ്റുകൾക്കായി വെയിറ്റ് ചെയ്തിരിക്കാം. ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺ മൂർത്തി എന്ന ഫാൻ ബോയ് സംവിധാനം ചെയ്ത് ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ച ചിത്രമാണ് തുടരും. നീ ആ കൈയ്യങ്ങട് തന്നെ 100ൽ 100 മാർക്കാ നിനക്ക്. ചിത്രത്തിന്റെ OTT റിലീസ് മെയ് 30 നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റിലീസിന് വൻ വരവേൽപ്പാണ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിത്രം മുഴുവനായിട്ടും തിയേറ്ററിൽ നിന്നും പിൻവലിക്കാതെ ചില തിയേറ്ററിൽ ഇപ്പോഴും ചിത്രത്തിന്റെ ഷോസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വർഷത്തെ ഫസ്റ്റ് ഹാഫോടുകൂടി ലാലേട്ടന്റെ 2 ചിത്രങ്ങൾ 500 കോടി ഗ്രോസ് ആണ് മോളിവുഡിൽ നേടിയിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് തള്ളിക്കഴിഞ്ഞാൽ അത് പുറത്താകും. കളക്ഷനെ കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റ്സും ഡെയിലി ട്രാക്കേഴ്സ് പുറത്തു വിടുന്നുണ്ട്. എന്തായാലും ഇതുപോലുള്ള റിസൾട്ട് ഓരോരോ സിനിമയിൽ വരുമ്പോൾ മാത്രമേ ഓരോ പ്രൊഡ്യൂസേഴ്സിനും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വരും സിനിമകളിൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ലാലേട്ടൻ ഇനിയും തുടരണം, തുടർന്നുകൊണ്ടേയിരിക്കണം. മഴക്കാലത്ത് മണ്ണിരെ ഒന്ന് കൊഴുത്തെന്ന് കരുതി ഈ മൂർഖം പാമ്പിന്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കരുത്. തീർക്കാൻ ഒരു റോക്കിയെ ഉണ്ടാക്കി, ഈ റോക്കിയെ തീർക്കാൻ ഇനിയൊരു റോക്കി ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കിയ അപ്പനെ കൊണ്ടായില്ല, പിന്നെ ആ അപ്പനാണ് ഇനി ആരെ കൊണ്ടും അതിനാവേയില്ല. ഡെയിലി ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക് അപ്ഡേറ്റിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.